സോണിയയുടെ ഒരു രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു പിറ്റ്ഫാളായിട്ടാണ് ഞാനതിനെ കണക്കാക്കുന്നത്. കാരണം ഇതുവരെ നമ്മൾ സോണിയാഗാന്ധിയുടെ ഒരു പൊളിറ്റിക്കൽ അഫെയർ പരിശോധിച്ചാൽ അവയൊക്കെ വളരെ ഡീസൻ്റായിട്ടുള്ള ഡീലിങ്സിൻ്റെ ഒരു തലത്തിലാണ് നിന്നിരുന്നത്. ശത്രുക്കളൊക്കെ അവരെ ഇറ്റലിക്കാരിയെന്നും മദാമയെന്നൊക്കെ ആക്ഷേപിക്കുന്ന സമയത്ത് പോലും അവർ കൃത്യമായിട്ട് ഇന്ത്യയുടെ സംസ്കാരത്തെ ഉൾക്കൊണ്ടുകൊണ്ടും ഇന്ത്യയുടെ രാഷ്ട്രീയത്തെ ഉൾക്കൊണ്ടുകൊണ്ടും വളരെ പ്രൗഢമായിട്ടുള്ള നിലയിലാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എന്തായാലും ഇന്ന് അവർക്കവിടെ തെറ്റി എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു വീഴ്ച തന്നെയാണ്. ദ പ്യുവർ തിങ് എന്ന് പറയുമ്പോൾ വളരെ ഗൗരവമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതെങ്ങനെ വേണമെങ്കിലും വളച്ചൊടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്ന ഒരു ദീർഘവീക്ഷണമോ അല്ലെങ്കിൽ മുൻകാഴ്ചയോ സോണിക്ക് ഉണ്ടാവേണ്ടതായിരുന്നു. കാരണം ഇത് സ്വാഭാവികമായിട്ടും ഏത് സർക്കാരിൻ്റെയും നയപ്രഖ്യാപനത്തിന് സമമായിട്ടുള്ള ഒരു പ്രസംഗമാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം രാജ്യസഭയും ലോകസഭയും ഒരുമിച്ച് ചേർന്ന് അതിനെ പൊതുവിൽ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പാർലമെൻറ്റ് സമ്മേളനങ്ങൾ സാധാരണ ആരംഭിക്കുക. അപ്പോൾ ആ സമയത്ത് യഥാർത്ഥത്തിൽ രാഷ്ട്രപതിയുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് സർക്കാരിൻ്റെ നയങ്ങൾ അങ്ങനെ തന്നെ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. സർക്കാർ ചെയ്തിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളുടെ ഒരു പ്രസൻറ്റേഷനാണ് അവർ നടത്തുന്നത്. അതൊരു രാഷ്ട്രീയ പ്രസൻറ്റേഷൻ തന്നെയാണ്. അപ്പോൾ അവിടെ നമ്മളതിനെ രാഷ്ട്രീയമായിട്ട് തന്നെ കാണുകയും അതുപോലെ അതിനോട് പ്രതികരിക്കുകയും ചെയ്യേണ്ടതാണ്. അതിന് പകരമായിട്ട് ഇവിടെ അത് വ്യക്തിപരമായ ഒരു രീതിയിലേക്ക് വളച്ചൊടിക്കാൻ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള രീതിയിലേക്ക് ട്വിസ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള രീതിയിലേക്കുള്ളൊരു വാക്ക് എറിഞ്ഞിട്ട് കൊടുത്തത് സോണിയാഗാന്ധിയാണ്. അല്ലാണ്ട് BJP അല്ല ആ വാക്ക് നിർമ്മിച്ചത്. ആ വാക്ക് പ്രയോഗിച്ചും BJP അല്ല. അപ്പോൾ ആരാണത് പ്രയോഗിക്കുന്നത് അതിൻ്റെ ഉത്തരവാദിത്തം, റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുന്ന ആളുകൾക്ക് തന്നെ.